സരസിൻ കരയിൽ നിന്നോ ഗന്ധ മാദനഗിരിയുടെ മടിയിൽ നിന്നോ മാനസ സരസിൻ കരയിൽ നിന്നോ ഗന്ധ മാദനഗിരിയുടെ മടിയിൽ നിന്നോ എവിടെ നിന്നോ എവിടെ നിന്നോ ഏകാന്ത സൗരഭ്യമൊഴുകി വന്നു മാനസ സരസിൻ കരയിൽ നിന്നോ ഗന്ധ മാദനഗിരിയുടെ മടിയിൽ നിന്നോ ദ്രൗപദി ചൂടിയ കല്യാണ സൗഗന്ധിക പൂവിൻ്റെ സ്വപ്നത്തിൽ നിന്നോ ദ്രൗപദി ചൂടിയ കല്യാണ സൗഗന്ധിക പൂവിൻ്റെ സ്വപ്നത്തിൽ നിന്നോ ശാകുന്തളത്തിൻ കുളിരിൽ നിന്നോ മേഘ സന്ദേശത്തിൻ ചിറകിൽ നിന്നോ എവിടെ നിന്നോ എവിടെ നിന്നോ അജ്ഞാത സൗരഭ്യമൊഴുകി വന്നു മാനസ സരസിൻ കരയിൽ നിന്നോ ഗന്ധ മാദനഗിരിയുടെ മടിയിൽ നിന്നോ എന്നിലെ മൗനത്തെ സംഗീതമയമാക്കും ഏതോ വികാരത്തിൽ നിന്നോ എന്നിലെ മൗനത്തെ സംഗീതമയമാക്കും ഏതോ വികാരത്തിൽ നിന്നോ പഞ്ചേന്ദ്രിയങ്ങൾ തൻ കൂട്ടിൽ നിന്നോ എൻ്റെ പ്രേമാനുഭൂതി തൻ കൂട്ടിൽ നിന്നോ എവിടെ നിന്നോ എവിടെ നിന്നോ പാതിരാപ്പൂ മണമൊഴുകി വന്നു മാനസ സരസിൻ കരയിൽ നിന്നോ ഗന്ധ മാദനഗിരിയുടെ മടിയിൽ നിന്നോ എവിടെ നിന്നോ എവിടെ നിന്നോ ഏകാന്ത സൗരഭ്യമൊഴുകി വന്നു. ആഹാ, താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖം. സുഖാണോ? ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി. आजा रे मैं तो कब से खड़ी इस पार ये अखियां थक गई पंथ निहार आजा रे मैं तो कब से खड़ी इस पार ये अखियां थक गई पंथ निहार आजा रे
സർഗ എന്തോ നന്നായി പാടി. ഇത് എന്താ ഈ ഡ്രസ്സിന് പറയാ? ധാവണിയാണോ അതോ? ധാവണി പോലെ, പക്ഷെ ദുപ്പട്ട വേറൊരു സ്റ്റൈലില് ചെയ്തേ ഉള്ളൂ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. സൂപ്പർ. നല്ല. ഞാൻ ഈ പാട്ട് അങ്ങനെ ആരും അധികം വേദിയിൽ പാടി കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് കോമ്പറ്റീഷനിൽ ഞാൻ പാടി കേട്ടിട്ടില്ല. നന്നായി പാടി മോളെ. ആ ഗന്ധ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഫീല് നല്ല രസമുണ്ടായിരുന്നു. ചെറുതായിട്ട് ചെറിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണ സൗഗന്ധിക അവിടെയൊക്കെ ഒരു ചെറിയ ഫൈൻനെസ് വേണം എന്ന് തോന്നി എനിക്ക്. കാരണം 2 പ്രാവശ്യം റിപ്പീറ്റിലും അതേപോലെയാണ് വന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നു മോൾക്ക് കുറച്ചുകൂടി സർഗയ്ക്ക് ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇത് ഗംഭീരാക്കാൻ പറ്റും. എന്നാലും മോശമായി എന്നല്ല, നന്നായി പാടി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ ശരിക്കും ഇരുന്ന് ആസ്വദിച്ചു. നമുക്കിങ്ങനെ എന്താ പറയുക, തടസ്സങ്ങളൊന്നുമില്ല. നന്നായിട്ട് സ്മൂത്തായിട്ട് പോയി പാട്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഒരു പടി മുകളിലേക്ക് പോകണമെങ്കിൽ ചില കറക്ഷൻസ് ഉണ്ടല്ലോ. അതൊന്നുകൂടി ഒന്ന് ഇരുത്തി പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അതർവൈസ് ഗോഡ് ബ്ലെസ്. മോളെ സർഗ കുഞ്ഞ് നല്ല പാട്ടടാ. കാര്യം ഇത് ആരും എടുത്ത് എനിക്ക് കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് റിയാലിറ്റി ഷോയിൽ സത്യമാണ് മഞ്ജരി പറഞ്ഞത്. കുഞ്ഞിന് ഇത് ആരാ സെലക്ട് ചെയ്തന്നെ? അത് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അട്ടിക്കില്ല. വേറെ ആരുടെ പേര് വേണേ പറഞ്ഞു. ആഹാ, അപ്പൊ രൂപേഷും റജീവ അല്ലേ? ഇത് നല്ല പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. മക്കളെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഇതൊന്ന് പറയാമോ? എവിടെ നിന്നോ ഏകാന്ത സൗരഭ്യം ഒഴുകി വന്നു. ആ സൗരഭ്യം കേക്കണം മോളെ. സൗരഭ്യം എന്നാ കേൾക്കുന്നത്. സൗരഭ്യമൊഴുകി വന്നു അങ്ങനെ കേട്ടാ മതിയോ? ആ സൗരഭ്യം എന്ന് പറയുന്നതിനൊരു സുഖമില്ലേ? മലയാള ഭാഷയ്ക്ക് അത് കൃത്യമായിട്ട് നമ്മളത് ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ആ വാക്കിൻ്റെ ഒരു വൈബ് നമ്മളിലേക്ക്, കേൾവിക്കാരിലേക്ക് എത്തുന്നത് അല്ലേ? പിന്നെ മക്കളെ ദ്രൗപദി ചൂടിയ നമുക്കതൊന്ന് പാടിയേ പറ്റത്തുള്ളൂ. ദ്രൗപദി ചൂടിയ മോളെ ദ്രൗപദി തായാണോ അത്? ദ്രൗപദിയാണോ? ദ്രൗപദി ആ ചൂടിയ ദ്രൗപദി ചൂടി. ഈ ദ്രൗപദി അങ്ങ് എത്തുമ്പോഴത്തേക്ക് ബസ് പോകും മക്കളെ. കുറച്ചുകൂടെ സ്പീഡായിട്ട് പാട്. തക്ക ദ്രൗപദി ചൂടിയ കല്യാണ കല്യാണ. അതിന് കുറച്ചും കൂടെ ഒരു ശക്തി കൊടുക്കുക. കല്യാണ സൗഗന്ധിക പൂവിന്റെ സ്വപ്നത്തിൽ. ആ സ്വപ്നമൊക്കെ കറക്റ്റ് ആക്കും മക്കളെ. പൂവിന്റെ സ്വപ്നത്തിൽ നിന്നോ ചെറിയ നീയല്ലേ കംപ്ലീറ്റ് മോളെ? ചെറിയ നീയാടാ. കൺഫ്യൂഷൻ ആയല്ലോ. അത് പറയണം. മോള് വലുതും അല്ലേ, അതിൻ്റെ ഇടങ്കാണ്ട് ഇടയല്ലായിരുന്നത്. എന്താ എന്ന് പറയുന്നത് വേറെ ആ ഫീല്. അത് മക്കളത് നോക്കണം കേട്ടോ ഏതാന്നുള്ളത്. ഇത് ചെറിയ നീയാണ്, മറ്റേ തുടക്കം വലിയ നീയുമാണ്. ദ്രൗപദി അടുത്ത ചെറിയ നീയാണ്. അപ്പൊ അത് മക്കളത് നോക്കണം കേട്ടോ. അയ്യോ, അപ്പൊ മക്കളെ ഇതൊരു എന്താ പറയണ്ട, ഒരു കൃത്യമായിട്ട് നീ നോക്കേണ്ട ഒരു ഏരിയ ആണ്. കാര്യം ഇങ്ങനെ ഒരു കോമ്പസിഷൻ വളരെ റെയർ ആയിട്ടുള്ള ബാബുക്കയുടെ ഒരു പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് ആ കൺസ്ട്രക്ഷൻ്റെ ബ്യൂട്ടി അതിനകത്താണ് കിടക്കുന്നത്. ഇല്ല ബാബുക്ക അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് കേസൊന്നും ആരും കൊടുക്കത്തില്ല. ബാബുക്ക പിടിച്ച് ജയിലിൽ ഇടും എന്ന് പറയത്തില്ലല്ലോ. അതിനൊരു സുഖമുണ്ട് അല്ലേ? അപ്പം അത് മക്കൾ ഇപ്പം ഞാൻ പാടിയതിനാണോ അത്? അതിൻ്റെ സംഗതി അതാണോ? കാരണം എനിക്കിത് കേട്ട് പണ്ടങ്ങാട്ട് കേട്ടത് എൻ്റെ ഒരു ഓർമ്മയുള്ളൂ. ആ പാടു കുഞ്ഞേ. ആ
മോൾ എപ്പോഴും നോക്കിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ മുത്തേ. All the best. Thank you, ശരത് sir. രഞ്ജിൻ ചേട്ടാ. സർഗയുടെ ശബ്ദം നല്ലതാണ്. സർഗ കുറച്ച് ഫാറ്റി ആണ്, അത്യാവശ്യം കട്ടിയുണ്ട് ആ ശബ്ദത്തിന്. എനിക്കത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് അതാലോചിച്ചു. അല്ലേ, അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ശബ്ദമായിട്ട് എനിക്ക് തോന്നി. ഈ പാട്ട് വളരെ വ്യത്യസ്തമായി പോയി. ഞാൻ റേഡിയോയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. 3-4 വർഷം റേഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ ആകാശവാണിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പാട്ടുകളിൽ ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പാട്ട് ഞാൻ അറിയാതെ പോലും കേട്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. അതെ, അപ്പോൾ അത്യാവശ്യം ബാബുക്കയുടെ എല്ലാ പാട്ടിലും ഞാൻ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് അധികം എൻ്റെ കാതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ളൊരു സോങ് സെലക്ഷൻ, അത് തന്നെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ എനിക്ക് ഈ സത്യം പറഞ്ഞ റേഡിയോ ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീലൊക്കെ കിട്ടി. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പഴയ പാട്ടുകളില്ലേ, ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ടോട്ടലി ഒരു കൺസിസ്റ്റൻസി കുറവ്, അതാണ് സാർ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ സാർ. അത് മൊത്തത്തിലുടനീളമുണ്ടായിരുന്നു സർഗയ്ക്ക് ഡെഫിനറ്റ്ലി ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ഈ പാട്ടിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും ടാലൻറ്റഡ് ആണെന്ന് ഉറപ്പാണ്. പാടുന്ന രീതികൾ പല സ്ഥലങ്ങൾ, മഞ്ജരി പറഞ്ഞ പോലെ ഗന്ധ എന്ന് പറയുന്ന അത്തരം സ്ഥലങ്ങൾ. പക്ഷെ ഇവിടെ അപ്പോഴേക്കും എവിടെ നിന്നോ എന്നൊക്കെ പറയുന്ന ഇവിടെ ക്ലാരിറ്റിയുടെ ഇഷ്യൂസ്, ഇതിലും എന്തായാലും ബെറ്ററായിട്ട് പാടാൻ പറ്റുന്ന ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് ഫിയർ ആണോ, അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല സർഗയുടെ. അതുകൊണ്ട് തന്നെ സർഗയുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത് ഡെഫിനറ്റ് ആയിട്ടും സർഗ വേറെ ലെവലിലേക്ക് അടുത്ത റൗണ്ടിൽ വരുന്ന ഉറപ്പാണ്. ഇതിന്റെ ഒരു ഇത് തീർക്കുമായിരിക്കും. അല്ലേ? ഉറപ്പല്ലേ? അതിനൊരു ഉറപ്പില്ലല്ലോ. ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ സർഗ? കുഴപ്പമില്ലല്ലോ. നിന്റെ ശബ്ദം കേൾക്കണം. ഉറപ്പാണ് എന്ന് പറയാമോളെ, അതൊരു ധൈര്യമായിട്ട് പറ. ഉറപ്പായിട്ടും വരണം. കാരണം എന്തായാലും ആ ടാലന്റ് സർഗയുടെ ശബ്ദത്തിലുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ എവിടെ ഇല്ലെങ്കിലും ഞാൻ ടിവിയിൽ കാണും, വെയിറ്റ് ചെയ്ത് കാണും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇനി ചേച്ചി. സർഗ ഈ പെർഫോമൻസിന് 7.2. എനിക്കും മഞ്ജരിക്കും ഒരു സ്നേഹമുണ്ട് ഞങ്ങൾ തങ്ങളിൽ. അത് ഈ മാർക്ക് കേൾക്കുമ്പോൾ മോക്കറിയാം. ഞാൻ മോക്ക് തരുന്നു 8.2. ഞാൻ മോൾക്ക് തരുന്നു 8. സോ ടോട്ടൽ 23.4. അടുത്ത റൗണ്ട് നല്ലോണം സ്കോർ ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.